സൺഡേ ആയതുകൊണ്ട് ഇട്ട ഡ്രസ്സാലെ തന്നെ നൂണിയും കുത്തിപ്പൊക്കിയിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് പോയിട്ട് പോകുന്ന വഴിക്ക് വവ്വാൽ പാർക്കിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ടേ നൂണ് വവ്വാലിനെയൊക്കെ കാണിച്ചു തരുമായിരുന്നേ. ആദ്യം ഇത്രയ്ക്കൊന്നും അല്ലായിരുന്നു കേട്ടോ, കുറേ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോഴാട്ടോ നൂണ് പറയുന്നത് ഒരു പ്രശ്നമുണ്ട് വണ്ടിക്കുന്ന. എന്താണെന്ന് ചോദിച്ചപ്പോഴേ ഇന്ധനം നിറയ്ക്കാതെ വണ്ടി മുമ്പോട്ടേക്ക് പോകില്ലാന്നും പറഞ്ഞിട്ട് പെട്രോൾ അടിച്ച് ഞങ്ങൾ നേരെ വിട്ടു കേട്ടോ. പക്ഷേ എങ്ങോട്ടേക്കാണ് പോകുന്നത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കുറേ ദൂരം പോയി നോക്കുമ്പോണ്ടേ വലിയൊരു സൈൻ ബോർഡ് കാണുന്നത്. നോക്കുമ്പോൾ കോഴിക്കോട് വൈത്തിരി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത്ര പെട്ടെന്ന് കോഴിക്കോടേക്ക് എത്തിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴാട്ടോ ഊണ് പറയുന്നത് ഈ വഴിക്കൂടെ കോഴിക്കോടേക്കും പോകുന്ന നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോഴാണ് കേട്ടോ ഒരു അടിപൊളി വ്യൂ കണ്ട് നമ്മുടെ 13-ാം മൈൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അത് നമ്മുടെ ബാണാസുര ഡാമിൻ്റെ ഇപ്പുറത്തെ വശമാണ് കേട്ടോ. നല്ല രസമാണ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. കുറേ ആളുകളുണ്ടായിരുന്നു കേട്ടോ ആ വ്യൂ കാണാൻ വേണ്ടി. ഞങ്ങളും കുറച്ച് നേരം അവിടെ നിന്നേ. അപ്പോഴാട്ടോ ഊണ് പറയുന്നത് വേറൊരു സ്ഥലം കൂടി ഉണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന്. ഞങ്ങൾ പിന്നെ നേരെ വണ്ടി കയറി കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ചെന്നപ്പോഴേ വേറൊരു സംഭവം കണ്ടേ. ഒരാശാനെ ഇങ്ങനെ വട്ടിട്ട് പറക്കുന്നുണ്ട് കേട്ടോ. ആരാണ്? പരുന്ത്. മീനെ പിടിക്കാനുള്ള വഴിയാണ് കേട്ടോ. അപ്പോഴേ മീൻ പിടിക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഒന്ന് അവനൊന്ന് ഫോക്കസ് ചെയ്തു കേട്ടോ. ഫോക്കസ് ചെയ്തപ്പോഴാണ് കേട്ടോ സംഭവം മനസ്സിലായത്. അവൻ ഞങ്ങളെയാണ് നോട്ട് ചെയ്തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുണ്ടായിരുന്ന ആളിപ്പോൾ ഞങ്ങൾ തലയ്ക്ക് ചുറ്റാണ്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരുന്തിൻ്റെ കടി കിട്ടിയാൽ എന്ത് സംഭവിക്കും എന്ന് കൂടുതൽ ആലോചിച്ച് നിൽക്കാതെ ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് പിന്നെയും മുമ്പോട്ടേക്ക് പോയിട്ടോ. ഇപ്പോൾ കറക്റ്റ് ഞങ്ങൾ മഞ്ഞൂറാന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ മതി. അപ്പോഴാണ് ഊണ് വരുന്നത് മെല്ലെ ഒന്ന് തലേൻ്റെ പുറത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ ആശ ഞങ്ങൾ വിട്ട് പോയിട്ടില്ല, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഞങ്ങൾ പോയി ഒരു ഇടവഴിയൊക്കെ ഇറങ്ങി പോയപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. ഇത്രയ്ക്കും ഭംഗിയുള്ളൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത്രയ്ക്കും രസമാണ് കേട്ടോ. ഒരു പൈസ ചിലവില്ലാതെ കാണാനും വരാനും പറ്റിയ സ്ഥലമാണ് ഇത്. പുഴയോ കായലോ ഒന്നുമല്ല കേട്ടോ. മഴ പെയ്യുന്ന സമയത്ത് കരയിലേക്ക് വെള്ളം കയറുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ നിൽക്കാൻ. ഞങ്ങൾ കുറേ നേരം അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിന്ന് കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോഴവിടെ ഒരു ചേച്ചി മീനിനെ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്തിരുന്ന ആളുകളും പിടിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ ഇതൊന്നല്ല, ഇതിനെക്കാട്ടും കൂടുതൽ വെള്ളം മഴ പെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ കയറുന്ന കേട്ടോ പറഞ്ഞത്. ഞങ്ങളൊരു 1.5 മണിക്കൂർ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും വലിയൊരു മഴ പെയ്താൽ ഫോൺ നനയല്ലോ എന്നൊരു കാരണം കൊണ്ട് മാത്രം ഞങ്ങൾ തിരിച്ച് കയറി കേട്ടോ. പിന്നെ മഴ പെയ്തുകൊണ്ട് തന്നെ അവിടെ മൊത്തത്തിൽ ചെളിയായിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ നീന്തി അവസാനം റോട്ടിലെത്തി കേട്ടോ. നല്ലൊരു സ്ഥലമായിരുന്നേ. ഞങ്ങൾ റോട്ടിലെത്തിയപ്പോഴത്തേക്കും മഴ മൊത്തത്തിൽ പോയിട്ടോ. പിന്നെയും തിരിച്ചു പോകാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും വലിയൊരു മഴ പെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോട്ടൊക്കെ ഇട്ടിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വന്നത് എന്തായാലും മുതലായി. അത്രയ്ക്കും മനോഹരമായ സ്ഥലം തന്നെയായിരുന്നേ. പിന്നെ കടി വേണമെന്ന് ചോദിച്ചപ്പോൾ വേണമെന്നും പറഞ്ഞ് 4-5 പോക്കറ്റ് ഷവർമയൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ. എന്നെ പുറത്ത് കൊണ്ടായാൽ മുടിഞ്ഞ ചിലവാണല്ലോ എന്ന് പറഞ്ഞൊരു പുച്ഛമായ ചിരിയോട് കൂടെ ചിരിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. താഴ്വര മാമരം കണ്ട